തട്ടിക്കുരിപ്പ് രാവിലെ തന്നെ തുടങ്ങും. ഒരു കുന്തം പോലെ ഇരുന്നിട്ട് ഓം ഓം എന്ന് പറയും. എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? ദിവസം രാവിലെ ഇവിടെ എണീച്ചിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും വന്ന് ഇവിടെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കും. ഇവൾ എന്നെ പോലും മൈൻഡ് ചെയ്യില്ല. എന്നാൽ ഞാനൊരു ജീവി ഇവിടെ ഉണ്ട് എന്നുള്ളൊരു മൈൻഡ് അവൾ ചെയ്യേണ്ട. അവൾ എടുത്ത് വന്നിരുന്നിട്ട് പോലും ഇത്രയും ഞാൻ കിതച്ച് സൗണ്ട് ഉണ്ടാക്കിയിട്ട് പോലും അവൾ എന്നെ മൈൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എപ്പോഴും ഉള്ളത് അവൾക്ക് രാവിലെ തുടങ്ങി ഓം ഓം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കണ്ട് കണ്ട് എനിക്ക് മടുത്തേന്. ഞാൻ കുറച്ച് ഉറങ്ങട്ടെ. ഇത് കേട്ട് 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 എനിക്ക് ഉറക്കം വരും. എന്നാൽ ഇവളെനിക്ക് ചിലപ്പോൾ ഉറങ്ങുകയാണോ ഇരുന്ന് ഉറങ്ങുകയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷെ വായി തുറന്ന് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഉറങ്ങുക എന്നുള്ളത് ഉറപ്പല്ല. പക്ഷെ എന്താ ചെയ്യുക എന്നുള്ളത് ഭയങ്കരമായിട്ടൊരു ഡൗട്ടിലാണ്. എന്തായാലും അവൾ എന്തെങ്കിലും ചെയ്യട്ടെ. ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ. എനിക്ക് എന്തായാലും സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അയ്യോ എന്തൊരു സുഖം, എന്തൊരു തണുപ്പ്. ഇവളിങ്ങനെ ചൊല്ലുന്ന മന്ത്രവും കേട്ട് കിടന്നുറങ്ങാൻ എന്തൊരു സുഖമാണ്. ഇവളെന്തൊക്കെയോ അമ്മേനോട് എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ എന്തായാലും നന്നായിട്ടൊന്നും ഉറങ്ങട്ടെ. ഗായ്സ്, നിങ്ങൾക്കും ഇതുപോലത്തെ പ്രാന്തുകൾ ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. രാവിലെ തന്നെ ഇവളെ പോലെ കുത്തിയിരുന്നിട്ട് മന്ത്രം ചെയ്യുന്നതെന്ന്. എന്തായാലും ഇത് കേൾക്കാൻ നല്ല സുഖമുണ്ട്. എനിക്ക് നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇവിടെ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാത്ത. എന്തെങ്കിലും ആട്ടെ, ഞാൻ സുഖമായിട്ട് കിടന്ന് പായിലേക്ക് നീങ്ങി കിടന്ന് ഉറങ്ങട്ടെ. ഇവളിത് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവളുടെ അടുത്തിരുന്ന് ഉറങ്ങാൻ എനിക്ക് നല്ല സുഖമാണ്. നിങ്ങളും ഒന്നത് ഇങ്ങനെ കേട്ട് നോക്കിട്ടോ. എന്നെപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കിടന്നുറങ്ങാം. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? രാവിലെ തന്നെ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നേക്കാം. എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. നല്ലതാണെന്നും പറയുന്നേക്കാം. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ദിവസം ഉള്ള പോലെ ചെയ്ത് നോക്ക്. ഇവളെ അമ്മേനെ വിളിച്ച് ചെയ്യാൻ പറയും. അമ്മ പിന്നെ അടുക്കളയിലെ പണിയൊക്കെ ആയതുകൊണ്ട് അമ്മ അങ്ങനെ വരുമൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് നന്നായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നതാണ്. ഞാൻ കണ്ടില്ലേ നന്നായിട്ട് കൂക്കം വലിച്ച് കിടന്നുറങ്ങുന്നത്. അതുപോലെ നിങ്ങളും ദിവസവും രാവിലെ എണീറ്റ് ഇവളെ പോലെ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അവളെന്തായാലും ഉറങ്ങുന്നില്ല. എനിക്ക് മനസ്സിലായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കും. മെഡിറ്റേഷൻ ചെയ്ത് എന്തൊക്കെ ഗുണം കിട്ടുന്നു. എല്ലാവരും ഇപ്പോൾ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ നോക്കി എല്ലാം അറിയുന്നില്ലേ. ഞാൻ എന്തായാലും കണ്ണടച്ച് നന്നായിട്ട് കിടന്നുറങ്ങാണ്. അവളെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് എനിക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് തരുന്നുണ്ട്. അവളങ്ങനെ മസാജ് ചെയ്ത് തരുമ്പോൾ തന്നെ എന്താ ഒരു സുഖം കിടന്നുറങ്ങാനായിട്ട്. എൻ്റെ ലൈഫ്, ഇതുപോലൊരു ലൈഫ് നിങ്ങൾക്കുണ്ടോ? രാവിലെ എണീക്കണം എന്നില്ല, ഭക്ഷണം ഉണ്ടാക്കണം എന്നില്ല, ഇങ്ങനെ കിടന്നുരുളാം. എന്നെ സ്നേഹിക്കാനും ആൾക്കാരുണ്ട്, എൻ്റെ കൂടെ കിടക്കാനും ആൾക്കാരുണ്ട്, എനിക്ക് ഫുഡ് വെച്ച് തരാൻ അമ്മയുണ്ട്, എന്നെ മസാജ് ചെയ്ത് തരാൻ കുറിപ്പുണ്ട്, എൻ്റെ കൂടെ കളിക്കാൻ ഇവളുണ്ട്. എനിക്ക് ഒരു പണി ചെയ്യണ്ട. എന്തൊരു സുഖം, എന്തൊരു സുഖം. ഇവളെപ്പോലെ രാവിലെ എണീച്ച് മെഡിറ്റേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവളെപ്പോലെ രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നടക്കാൻ പോകട്ടോ. ഇവളിങ്ങനെ മസാജ് ചെയ്ത് തരുമ്പോൾ തന്നെ എന്താ സുഖം. ഗൈസ്, നിങ്ങൾക്കും തോന്നില്ലേ ഇതുപോലെ ആരെങ്കിലുമൊക്കെ മസാജ് ചെയ്ത് തരാനുണ്ടായിരുന്നെങ്കിൽ? എൻ്റെ ഭാഗ്യം. അത്ര അസൂയപ്പെടുകയൊന്നും വേണ്ട. ഇതൊക്കെ എൻ്റെ ഭാഗ്യം എന്നല്ലാതെ ഞാനെന്ത് പറയാനാണ്. നിങ്ങൾക്ക് ഇതുപോലെ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഇവളൊന്ന് കുറച്ച് നീങ്ങി കിടക്കും. അല്ലേ വേണ്ട, ഇവിടെ തന്നെ കിടക്കാം. എന്നാലേ അവൾ മസാജ് ചെയ്ത് തരും. ഇവളെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞായിരിക്കും ഇവളെന്തിനാ എൻ്റെ കാല് തൊട്ട് കളിക്കുന്നത്. എൻ്റെ കാല് തൊടല്ലേ. എൻ്റെ കാല് തൊടുന്നത് എനിക്കിഷ്ടമല്ല. നീ കൈയെടുത്തേ. പക്ഷെ ഞാനിപ്പോൾ എണീച്ച് പോയി കഴിഞ്ഞാൽ അവളും എണീച്ച് പോകും. അതുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ കിടക്കാം. എന്തായാലും നല്ല സുഖമായിട്ട് ഉറങ്ങാം. ആ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ എനിക്ക് നന്നായിട്ടൊന്ന് ഉറങ്ങായിരുന്നു. അല്ല കണ്ട ഇങ്ങനെ മസാജ് ചെയ്ത് തന്നാലും മതി. എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്. ഇവളെന്തിനതിനിടയ്ക്ക് എന്നെ ഷൂട്ട് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ വീഡിയോ കൊണ്ട് നശിച്ച് എൻ്റെ പ്രൈവസി എല്ലാ കാര്യങ്ങളും ഇവളുടെ അടുത്ത് യൂട്യൂബിലിടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്തിനാണാവോ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. എൻ്റെ പ്രൈവസി അല്ലേ നഷ്ടപ്പെടുന്നത്. ഞാൻ കിടക്കുന്നത്, ഉരുളുന്നത്, കളിക്കുന്നത് എല്ലാം ഇവളുടെ അടുത്ത് യൂട്യൂബിലിടും. ഇതാരെ കാണിക്കാനാണാവോ? പക്ഷെ ഞാനിപ്പോൾ ഭയങ്കര ഫേമസ് ആണ്. ഞാനൊരു ഹീറോ ആണിപ്പോൾ. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ല. അങ്ങനെയെങ്കിലും എനിക്കൊക്കെ ഫേമസ് ആകാൻ പറ്റുമല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്നെ എല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ എന്തായാലും അറിയിക്കണം. നമ്മളിങ്ങനെ താരാട്ട് പാടി എന്നെ ഉറക്കുന്നുണ്ട്.
രാവിലെ തന്നെ ഇവിടെ എന്തിനാ എന്നെ ഉറക്കുന്നതാവോ? ഇനി ഇവർക്ക് എവിടെയെങ്കിലും പോകാനാണോ എന്നാണ് എൻ്റെ ഡൗട്ട്. എന്തേലും ആട്ടെ, എന്തായാലും മസാജ് ചെയ്ത് തരല്ലേ, ഞാൻ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങട്ടെ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ ഈ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. വല്ല പണിയുണ്ടെങ്കിൽ പോയി പണിയെടുക്കാൻ നോക്ക്. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ഗൈസ്. അതുവരെ ഗുഡ് ബൈ. അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. എന്തൊക്കെ ഗുണങ്ങളാണെന്നുള്ളത് എല്ലാവർക്കും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, ഇവളോട് ചോദിച്ച് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ഇവൾ പറഞ്ഞു തരും. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബൈ, സീ യു ടുമോറോ അറിയില്ല. എന്തായാലും എൻ്റെ വീഡിയോസ് ഡെയിലി ഉണ്ടാവും, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ബൈ ഗൈസ്, താങ്ക് യു സോ മച്ച്. ഉറങ്ങട്ടെ കേട്ടോ.